ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തിന് കൂടി മനസ്സിലാകണം. അതെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതനുസരിച്ച് ദൈവത്തിന് ഇപ്പം നമ്മൾ പ്രെയർ ചെയ്യുകയാണ് എന്ന് ദൈവത്തിന് മനസ്സിലാകണം. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആ പ്രെയറിൽ ദൈവം ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് വൈസ് റിച്ച് ആണെങ്കിൽ ദൈവത്തിന് മനസ്സിലാകും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്. അതിനകത്ത് ആപ്ലിക്കേഷൻസ് മാത്രമാണെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തെ മനസ്സിലാകത്തില്ല. കാര്യം അങ്ങനെ ദൈവത്തിൻ്റെ ബ്രെയിനിൽ അത് സേവ് ആയിട്ടില്ല. എങ്ങനെ വയറ്റിപ്പപ്പിന് വേണ്ടി വയറ്റായിട്ടടിച്ച് പാടുന്ന പാട്ടാണ്, വയറ്റായിട്ടടിച്ച് പാടുന്ന പാട്ടാണ് പ്രാർത്ഥന. അത് സേവ് ചെയ്യില്ല. മറിച്ച് അതിൻ്റെ അകത്ത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം, 4 കണ്ടൻറ്റ് വൈസ് റിച്ച് ആയിരിക്കണം. എപ്പോഴും ദൈവദർശനത്തിൽ വരുമ്പോൾ ഞാൻ വരച്ചിട്ട വരയിലൂടെ ദൈവം വളഞ്ഞും തിരിഞ്ഞും സഞ്ചരിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവദർശനത്തിൽ സേവല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവദർശനം സേവായിരിക്കുന്നത് എന്താണെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതാണ് ദൈവത്തിൻ്റെ ബ്രെയിനിൽ സേവായിരിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിലെ കണ്ടൻറ്റുകൾ എന്താണ്? ദൈ വിൽ ബി ഡൺ, ദൈ കിങ്ഡം കം. നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ പ്രാർത്ഥനയുടെയും അടിസ്ഥാനത്തിൽ നിന്റെ തിരുമനസ്സ് നിറവേറാൻ തുറന്ന ഒരു മനോഭാവം എനിക്ക് നൽകണമേ. അത് നിറവേറ്റാൻ ആവശ്യമായ ദൈവസ്നേഹം എനിക്ക് നൽകണമേ. അപ്പൊ പ്രാർത്ഥനയുടെ ഇന്ധനം എന്ന് പറയുന്നത് ദൈവസ്നേഹമായിരിക്കും. അപ്പം ദൈവസ്നേഹമുള്ള ആൾക്കാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ. വസ്തുസ്നേഹം ഉണ്ടാവും, വിഷയസ്നേഹം ഉണ്ടാവും. 3 തരം സ്നേഹങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവും. വസ്തുക്കളുള്ള സ്നേഹം ഉണ്ടാവും, വിഷയത്തോടുള്ള സ്നേഹം ഉണ്ടാവും, ദൈവത്തോടുള്ള സ്നേഹവും ഉണ്ടാവും. പലപ്പോഴും പ്രാർത്ഥനയിൽ മുന്നിട്ട് മുഴച്ചു നിൽക്കുന്നതെല്ലാം ഈ വസ്തുസ്നേഹമായിരിക്കും. വസ്തുക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ വിഷയത്തോടുള്ള സ്നേഹം, അതൊക്കെ മനുഷ്യന് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വസ്തുക്കളും വിഷയങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം, അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മത്തായി 6:31-32. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം മറ്റുള്ളവയെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് വിഷയമുണ്ട്, വസ്തുക്കളുമുണ്ട്. അപ്പോൾ ദൈവം അത് അവോയ്ഡ് ചെയ്യുന്നില്ല, ഓവർലുക്ക് ചെയ്യുന്നില്ല. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി, വെളിച്ചം, വെള്ളം എല്ലാം ദൈവം ഓവർലുക്ക് ചെയ്യണില്ല. ഒന്നും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നില്ല. അതെല്ലാം ആവശ്യമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവയെല്ലാം ചേർത്ത് നൽകും, മറ്റുള്ളവയെല്ലാം. പക്ഷെ പ്രയോറിറ്റി വരണത് എന്താണ്? ആദ്യം ദൈവരാജ്യത്തിൻ്റെയും. ഇപ്പോൾ പ്രാർത്ഥനകളെല്ലാം ഓക്കെയാണ്, പക്ഷേ
ആദ്യം ഒരു അടയാളം ദൈവം അവരന്വേഷിക്കും. ആദ്യം ദൈവം അടയാളം കാണിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ ജീവിതം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം. അപ്പം അതാണ്. പക്ഷേ അത് ഒരിക്കലും നമുക്ക് ആ ഒരു ഫയൽ മുന്നോട്ട് പോകത്തില്ല. കാര്യം ബൈബിൾ റീസെറ്റ് ചെയ്തിരിക്കണം അങ്ങനെയല്ല. ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും, ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യേറ്റീവ് വരണത്. ഇപ്പം അവൻ പറയണത് പോലെ ചെയ്യണമല്ല ഉടമ്പടി അല്ലേ. അവൻ പറഞ്ഞ എന്താണ്? അവൻ ആദ്യം പറഞ്ഞ എന്താ? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതാണ് വിഷയം. ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യേറ്റീവ് വരേണ്ടത്. ഇപ്പം ഈ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കാൻ പറയുമ്പോൾ അതങ്ങനെ അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് ഉടമ്പടിയെങ്കിൽ അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? മർക്കോസ് 1:15 വായിച്ചേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇവിടെ വളരെ കുറച്ച് സമയം നോക്കൂടെ. ഈ വചനത്തിൻ്റെ ജംഗ്ഷനാണിത്. അവിടെ നമുക്ക് കുറച്ച് നേരം ശ്രദ്ധിക്കേണ്ടി വരും. ഇവിടെ എന്താണ്? 6:33 മർക്കോസ് മത്തായി എന്താണ്? ആദ്യം പറഞ്ഞ് ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കുക. അതൊക്കെ അല്ലേ. ഇനി അവൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. എന്താണ് കാര്യം? ദൈവരാജ്യം. അത് വാചനം വായിച്ച് മർക്കോസ് 1:15. അപ്പം മർക്കോസ് 1:15 മത്തായി 6:33 കൂടിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതാണ് സംഭവം. ഇപ്പം മത്തായി 6:33 ആദ്യം ദൈവരാജ്യം അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ഇപ്പം മർക്കോസിൻ്റെ 1:15 എന്താ പറയണത്? ആദ്യം അന്വേഷിക്കേണ്ട ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് കരസ്ഥമാക്കാൻ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ കാര്യമുണ്ട്. അതെന്താണത്? അനുതപിക്കുക. അതാണ് വിഷയം. ഇപ്പോൾ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്ന അനുതാപത്തിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ തീപ്പെട്ടി ഉരച്ച് തിരി കൊളുത്തണ മുമ്പ് തന്നെ അനുതാപം കഴിഞ്ഞിരിക്കണം. അവിടെയാണ് ഈ വിഷയം കിടക്കണം. അവിടെ ഇത് തിരിയല്ല 10 തിരി തന്നാലും ആ പിശാച് പഴയ പിശാച് തന്നെ ഇരിക്കും. പിന്നെ എങ്ങനെ ഇവിടെ വർക്കൗട്ട് ചെയ്യണേ? ചെയ്യത്തില്ല. അവിടെ വൈരാഗ്യം മാറിയിട്ടില്ല, ശത്രുത മാറിയിട്ടില്ല, മത്സരം മാറിയിട്ടില്ല, അവരുടെ ജീവിത രീതികളിൽ ദൈവത്തിന് നിരക്കാത്ത ഭാഗങ്ങൾ മാറിയിട്ടില്ല, ഒന്നുമേ മാറിയിട്ടില്ല. തിരി കത്തിച്ചാണ്ട് ദൈവമായിട്ട് തിരി തിരുന്ന ആളാണെന്ന് ഇരിക്കുകയാണ്. അതല്ല സംഭവം. തീപ്പെട്ടി ഉരക്കണ മുമ്പ് തന്നെ അനുതാപം നടന്നിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവരാജ്യത്തിൻ്റെ നന്ദിയായി അനുതാപത്തിൻ്റെ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പരിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആദ്യമായി അമ്മ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. അതുപോലെ സാക്ഷ്യം പറയാൻ വൈകിയതിന് മാപ്പും പറയുന്നു. എൻ്റെ പേര് ദീപ ബിൻസൺ. ഇത് എൻ്റെ മകൻ ആൽഡ്രിൻ. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 10 കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2 എൻ്റെ മകനെ വയറുവേദനയെ തുടർന്ന് എക്സോർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുകയും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ സംശയത്തെ തുടർന്ന് CT സ്കാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവൻ്റെ വലതുവശത്തെ കിഡ്നി ട്യൂബ് ബ്ലോക്കാണെന്നും വലതുവശത്തെ കിഡ്നി വർക്ക് ചെയ്യണില്ലെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത് സ്റ്റണ്ട് ഇട്ടതിന് ശേഷം DTPA ചെയ്ത് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ
അത് 15% മുകളിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രം അത് മരുന്ന് പൈലോപ്ലാസ്റ്റ് ചെയ്ത് ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. 15% വർക്കിംഗ് ഇല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരുമെന്നാണ്, വലതുവശത്തെ കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് ഞങ്ങൾ വളരെ പ്രയാസത്തോടെ ഫെബ്രുവരി 9 കൃപാസനത്തിൽ വരികയും ഉടമ്പടി പുതുക്കി ഇവിടെ അച്ഛനെ കണ്ട് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ ചെന്ന് ഞാനും മകനും അവൻ്റെ പപ്പയും ചേർന്ന് രാവിലെയും വൈകിട്ടും മുട്ടിപ്പായി ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി DTPA ടെസ്റ്റ് നടത്തിയപ്പോൾ 25% മുകളിൽ വർക്കിംഗ് ആണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അതിനുശേഷം പൈലോപ്ലാസ്റ്റ് ചെയ്ത് ബ്ലോക്ക് മാറ്റുകയും ഇവന് യാതൊരു വിധ കുഴപ്പവുമില്ലെന്നും കിഡ്നി പൂർണ്ണമായും വർക്കിംഗ് ആയെന്നും പറയുകയുണ്ടായി. ഇത് മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് നടന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് ചികിത്സയ്ക്ക് വേണ്ടി ഒത്തിരി പൈസയുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ സഹായിക്കുകയും ഞങ്ങൾക്ക് നിലഭൂമിയായിട്ട് പോലും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ലോൺ പാസ്സാക്കി കിട്ടുകയും ചെയ്തു. ഇതും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് അനാഥർക്ക് ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിതരണം നടത്തി എൻ്റെ മകൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞ് പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ ചെന്ന് കുർബാന കൂടുകയും കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട്. പ്രാർത്ഥനയും മുടക്കാറില്ലായിരുന്നു. ഇതിലൂടെ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വളരുവാനും പൂർണ്ണമായി മാതാവിനെ വിശ്വസിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇതിനെല്ലാം മാതാവിനും ഈശോകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽഡ്രിൻ. ഞാൻ കുമ്പളത്തുനിന്ന് ആണ് വന്നത്. അപ്പോൾ എനിക്ക് ഇതേപോലെ എൻ്റെ മമ്മി പറഞ്ഞ പോലെ എനിക്ക് കിഡ്നിക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ജനറ്റിക്കലായിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന വരുമായിരുന്നു. അപ്പോഴത്തേക്കും ആ സമയത്തൊക്കെ നമ്മൾ ഗ്യാസ് കയറിയാണ് ഇതിൽ വിടുമായിരുന്നല്ല, വെറുതെ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേദന തുടങ്ങി. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തോളം ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഗ്യാസിൻ്റെ ആയിരിക്കും കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ ലക്ഷോറിൽ ചെന്നിട്ട് കാണിക്കണത്. ലക്ഷോറിൽ ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞ് ഈ CT സ്കാൻ എടുക്കണം, എൻഡോസ്കോപ്പി. ഞാൻ അന്നാണ് അറിയണം ഇങ്ങനത്തെ സ്കാനിങ് ഉണ്ടെന്ന് തന്നെ അറിയണത് അന്ന്. അപ്പോഴത്തേക്കും എന്നെക്കൊണ്ട് ഇതെല്ലാം സ്കാനിങ്ങും ചെയ്യിപ്പിച്ച്. സ്കാനിങ് ചെയ്യിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് നിൻ്റെ റൈറ്റ് സൈഡിലെ കിഡ്നി ഇങ്ങനെ ഇതായിരിക്കണേണ്. ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് തന്നെ അറിഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് മനസ്സിലാകണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് രാത്രി പിറ്റേ ദിവസം എനിക്കൊട്ടും അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഉറങ്ങാൻ പറ്റാണ്ടായ ദിവസം തന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ എഴുന്നേറ്റ് കുത്തി നടക്കുകയാണ്. എനിക്കാണെങ്കിൽ ആരോടൊന്നും പറയാനും പറ്റണില്ല. മൊത്തത്തിൽ എല്ലാം തകർന്നൊരവസ്ഥ. കിഡ്നി പോയി എന്നൊക്കെ കേട്ടിട്ട് എനിക്ക് പറ്റണില്ലായിരുന്നു. അന്ന് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് നീ പേടിക്കുകയൊന്നും വേണ്ട. മമ്മി പറഞ്ഞു നീ പേടിക്കുകയൊന്നും വേണ്ട, നീ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാം തീരുമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ കരച്ചിലൊക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് പറഞ്ഞ് എല്ലാം മാറും, പ്രശ്നമൊന്നുമില്ല, എന്താണ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ് മമ്മി എല്ലാം കണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇവിടെ വരാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ മമ്മി നേരത്തെ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന വെച്ചായിരുന്നു. അപ്പം ഞാൻ മമ്മീനോട് പറയും മമ്മിക്കൊന്നും വേറെ പണിയില്ല എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഞാൻ ഇങ്ങനെ പറയും. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആരെങ്കിലും മറ്റേ തോമാസ് ലിയാനെ പോലെയാണ്, തൊട്ടറിയണം, എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുള്ളൂ. മനുഷ്യരായ അങ്ങനെയാണ്, എല്ലാം എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ പഠിക്കും, ഇങ്ങനെയാണെന്ന് പഠിക്കുള്ളൂ. അപ്പോഴത്തേക്കും എനിക്കും ഇവിടെ വന്നിട്ട് എനിക്ക് ഇതില്ല. ഞാൻ പറയണത് ശരിയാവാനൊന്നും പോകണമെന്നില്ല, ഇതെങ്ങനെ ശരിയാവാനാണെന്ന് ഞാൻ അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പം എന്നോട് മമ്മി പറഞ്ഞ് ഇല്ലടാ എല്ലാം ശരിയാവും, അച്ഛനെ കണ്ടാൽ മതി, എല്ലാം ശരിയാവട്ടാന്ന് പറഞ്ഞ്. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ടീമായിരുന്നു ഞാൻ. എന്നിട്ട്
ഇത് അറിഞ്ഞോടെ എനിക്കെന്താണെന്നറിയാൻ പാടില്ല, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി തുടങ്ങി. ഒരു 3 മാസത്തോളം പള്ളിയിലോട് പള്ളി. എല്ലാ ദിവസവും നാട്ടുകാർ ചോദിച്ചു തുടങ്ങി, നീ എന്താണ് ഫുൾ ടൈം പള്ളിയിലാണുള്ളതെന്ന്. ഞാനിങ്ങനെ പള്ളിയിലോട് രാവിലെ പള്ളിയിൽ പോകുന്ന, എല്ലാം രാത്രി പ്രാർത്ഥന വരുന്ന, എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. മമ്മി നേരത്തെ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. മമ്മി എന്തൊക്കെ ഇരുന്ന് പറയണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ലേ. ഇപ്പം പോലെ ഞാൻ ഇവിടെ ഇരുന്ന് പേടിച്ച, എന്നോട് അച്ഛൻ പറഞ്ഞ് നീ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം, എനിക്ക് എങ്ങനെ പറയണത്, പക്ഷെ ഞാനിതൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ്, എടാ എല്ലാം ശരിയാവും, നീ പേടിക്കാനൊന്നും വേണ്ട. ഞാൻ അന്ന് ഇവിടെ വെച്ച് ഒരു ചേച്ചീനെ കണ്ടായിരുന്നു. ആ ചേച്ചിനെ എനിക്ക് അറിയത്തോലുമില്ല. ആ ചേച്ചി എന്നിട്ട് എന്നോട് പറഞ്ഞ്, എടാ എല്ലാം ശരിയാവും, നീ പേടിക്കുകയൊന്നും വേണ്ട, നിൻ്റെ ഇതെല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് ആരാന്ന് പോലും അറിയില്ല ആ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞ്, എന്താണ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അന്ന് ആ ദിവസം ആ ചേച്ചിനെ വിളിച്ചില്ല, എനിക്ക് അതിനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ചത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് 3 മാസം കറക്റ്റായിട്ട് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത്. ഞാൻ പക്ഷേ പത്രമൊന്നും കൊടുക്കാൻ പറ്റില്ല, അതെല്ലാം എൻ്റെ മമ്മിയാണ് ചെയ്തേക്കണത്, എല്ലാം എൻ്റെ മമ്മിയാണ് ഞാൻ ചെയ്തേക്കണത്. എനിക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ടൈം ഒന്നില്ലെങ്കിൽ ഫുൾ ടൈം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നല്ല രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. രാവിലെ കറക്റ്റായിട്ട് എഴുന്നേക്കും. 10 മണിക്ക് എഴുന്നേറ്റ് തന്നെ ഞാൻ 5:30 എഴുന്നേറ്റ് തുടങ്ങിയാന്ന് പോലെ 5:30 എഴുന്നേറ്റ് തുടങ്ങി പ്രാർത്ഥിച്ച് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അന്ന് ചെയ്ത് അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ്, ഇനി DTP എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അപ്പോഴത്തേക്കും അത് ചെയ്തപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു തുടങ്ങി, ചിലപ്പോൾ റെഡിയാവും, പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ച് കിട്ടണുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടിയ എന്താണെന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ ലാസ്റ്റ് ഞാൻ അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചായിരിക്കണത്. അത് കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞ്, നിനക്ക് 15% കാണിക്കണം, അല്ലെങ്കിൽ നിൻ്റെ റൈറ്റ് സൈഡിലെ കിഡ്നി എടുത്ത് കളയണം. ഡോക്ടർ ഇതൊക്കെ സിമ്പിളായിട്ട് പറയണം, എൻ്റെ കിഡ്നിയാണ്, അത് വേറെ കാര്യം. ഡോക്ടർ എല്ലാം സിമ്പിളായിട്ട് പറയണം, അത് ഒരു കിഡ്നിയല്ലേ, അത് നിനക്ക് ഒരു കിഡ്നി ഉണ്ടെങ്കിൽ ജീവിക്കുക. എനിക്കും അതേ പറ്റില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് 2 കിഡ്നിയും വേണം, അല്ലാണ്ട് ഞാൻ നിൽക്കത്തില്ലെന്ന് പറഞ്ഞുവിടാ. അപ്പോഴത്തേക്കും ആ കറക്റ്റ് ആ സമയം, ആ 1 മണിക്കൂർ ടെൻഷൻ അടിച്ചില്ലേ, ഇല്ലാണ്ടായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ്, എടാ ഇനി നിനക്ക് പേടിക്കാനൊന്നുമില്ല, 25% ഉണ്ട് നിൻ്റെ കിഡ്നിയുടെ ഇത്. 15%, ഞാൻ ഉദ്ദേശിച്ചത് ഒരു 15%-എങ്കിലാണ്, പക്ഷെ നിനക്ക് 25%-ഓളം ഇത് കണ്ടെന്ന് പറഞ്ഞ്. ഇത്രയൊക്കെ പറഞ്ഞ അതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം സത്യം പറഞ്ഞാൽ. എനിക്കിപ്പോൾ പോലും ഇത് ഞാനെങ്ങനെ പറയണതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അച്ഛൻ എന്നെ ഇവിടെ ഇരുന്നിട്ടില്ല, കളിയാക്കണായിരുന്നു, ഇത്രയായിരുന്നു, നീ എങ്ങനെയാണ് ഇത് പറയാൻ പോണെന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, മാതാവിൻ്റെ അനുഗ്രഹമല്ല, എല്ലാം നല്ലപോലെ. ഇപ്പം എനിക്ക് 1 വർഷമായി കറക്റ്റ്, ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ വർക്കൗട്ടും ചെയ്യണ്ട്, എല്ലാം ചെയ്യണ്ട്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എല്ലാത്തിനും നന്ദി. എൻ്റെ പേര് ലില്ലി ജോർജ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ മടക്കാട് എന്ന സ്ഥലത്ത് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ഇടവകാംഗമാണ്. ഞാൻ 2022 സെപ്റ്റംബറിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 3 മാസം വരെ എനിക്ക് എൻ്റെ നിയോഗങ്ങളൊന്നും സാധിച്ചില്ല. ഞാനിവിടെ പുതുക്കിയതിന് ശേഷം എനിക്കെൻ്റെ നിയോഗങ്ങൾ ഓരോന്നായി സാധിക്കാൻ തുടങ്ങി. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഞങ്ങൾക്ക് വളരെ ഒരു സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ വീട് പണിതിട്ട് അതൊന്ന് പൂർത്തിയാക്കാൻ സാമ്പത്തിക ബാധ്യത മൂലം ഞങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ഉടമ്പടി എടുത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത്ഭുതകരമെന്നോണം 8 വർഷമായിട്ട് ഞങ്ങളുടെ വീട് പുതുക്കി പണിയാൻ സാധിക്കാത്ത വിധം ഞങ്ങളിങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് 2-3 മാസങ്ങൾക്ക് ശേഷം എൻ്റെ ബന്ധുക്കൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുകൊണ്ട് വീട് പണി തുടങ്ങിക്കോ ചെയ്തോ എന്നും പറഞ്ഞ് പൈസ ഇട്ട് തന്നു. അതെങ്ങനെ സാധിച്ചു എന്ന് പരിശുദ്ധ അമ്മയുടെ അത്ഭുതം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വീട് പണി ചെയ്യുവാനും പൂർത്തിയാക്കുവാനും സാധിച്ചു. അതോടൊപ്പം ആ തുകയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടങ്ങളും ഏറെക്കുറെ വീട്ടുവാൻ സാധിച്ചു. പിന്നീട് ഞങ്ങൾ 18 വർഷമായി ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഒരു തരത്തിലും നടക്കുന്നില്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ 3ാമത് പുതുക്കലിന് ശേഷം ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി ജോസഫച്ചൻ മാതാവിൻ്റെ രൂപത്തിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കുകയും
വെഞ്ചരിച്ച ഒരു കാശ് രൂപം വിൽക്കേണ്ട സ്ഥലത്ത് കുഴിച്ചിടാൻ പറഞ്ഞ് അച്ഛൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് പ്രകാരം ഞാൻ ആ കാശ് രൂപം ഞങ്ങൾക്ക് വിൽക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുകയും ഉടമ്പടി ഉപ്പ് ആ സ്ഥലത്ത് വിതറുകയും ചെയ്തു. 2-3 മാസങ്ങൾക്ക് ശേഷം തന്നെ യാതൊരു പ്രതിസന്ധിയും കൂടാതെ ഞങ്ങൾക്ക് ആ സ്ഥലം ഒരു നല്ല വിലയ്ക്ക് വിൽക്കുവാൻ സാധിച്ചു. കൂടാതെ എൻ്റെ മകൻ BCom പഠിച്ചിട്ട് ഒരു 5-8 വർഷമായി ജോലിയൊന്നും ചെയ്യാതെ അവന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് സിനിമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാം പല പ്രാവശ്യം ആവശ്യപ്പെട്ടു, ഒരു ജോലിക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും അവൻ അതിൽ താല്പര്യമില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് ദുബായിൽ ഒരു നല്ല ജോലി ലഭിക്കുകയും അവിടെ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. അക്കൗണ്ടൻ്റായി അവന് ജോലി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക വഴി എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വളരെയേറെ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 28 വർഷം പഴക്കമുള്ള എൻ്റെ ഇടത് കൈയിലെ തള്ളവിരലിൻ്റെ ഒരു നഖം കേടായി അത് കറുത്ത് ഒരു തരത്തിലും അത് സുഖപ്പെടാത്ത വിധത്തിലിരിക്കുകയായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ആ നഖത്തിൽ പുരട്ടുകയും പിന്നീട് ഞാൻ ആ കാര്യം മറന്നു പോവുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യാദൃച്ഛികമായി ഞാൻ എൻ്റെ നഖത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പുതിയ നഖം രൂപപ്പെട്ടിരിക്കുന്നതാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. അതുപോലെ ഞാൻ എനിക്ക് 52 കിലോ തൂക്കമുണ്ടായിരുന്നു. പിന്നീട് ഞാനങ്ങ് മെലിഞ്ഞ് എനിക്ക് വല്ലാത്ത ഒരു ശരീരത്തെ ക്ഷീണിക്കുന്ന ഒരവസ്ഥയായി തീർന്നു. ഡോക്ടർമാരെ കണ്ട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ മരുന്നൊന്നും തരാതെ വിടുകയായിരുന്നു. ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ശരീരം ഒരു തരത്തിലും നന്നാകുന്നില്ലായിരുന്നു. ഞാനങ്ങ് മെലിഞ്ഞ് വല്ലാതായിത്തീരുമായിരുന്നു. ഒരു 40 കിലോ ആയി. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് 10 കിലോ വെയിറ്റ് കൂടുകയുണ്ടായി. കൂടാതെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ പല രോഗികൾക്കും കൊടുത്തതിൻ്റെ ഫലമായി അവർക്കും രോഗസൗഖ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല അക്രൈസ്തവ സഹോദരങ്ങൾക്കും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വളരെ പ്രകടമായ അത്ഭുതങ്ങൾ ഉണ്ടാകുകയും അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായി ഞാനിവിടെ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ കൂടുതലായും ഹോസ്പിറ്റലുകളിലാണ് കൊടുക്കാറുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഓരോ പേപ്പറിലും ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും പേപ്പർ കൊടുക്കുന്നത്. കഴിയുന്നത്ര ഞാൻ മാതാവിനെക്കുറിച്ച് അവരോട് പറയുകയും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ അവരോട് വിവരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ പേപ്പറുകൾ കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യപ്രവർത്തികളായി ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്. ഞാൻ അവിടെ പോവുകയും അവർക്ക് ക്ലീനിങ്ങിലൊക്കെ സഹായിക്കുകയും എന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അവിടെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ പലപ്പോഴായിട്ട് ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പല വ്യക്തികൾക്കും എന്നാൽ കഴിയുന്ന വിധം ഞാൻ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്ത് അവരെ സഹായിക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത എൻ്റെ ആത്മീയ ജീവിതം ഇതോടെ വളരെയധികം മെച്ചപ്പെട്ടു. എനിക്ക് പെട്ടെന്ന് മുൻകോപമുണ്ടാകുന്ന സ്വഭാവമുണ്ടായിരുന്നു. ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ കൂളായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. എനിക്ക് പലരോടും എവിടെയെങ്കിലും ഒരു വഴക്കുണ്ടാകുന്നെന്ന് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഒരു വഴക്കും ആകരുതേ, ആരും വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്കങ്ങനെ ആത്മീയമായി കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഉടമ്പടി ജീവിതം നയിക്കുവാനും സാധിച്ചു. എൻ്റെ ഒരേ ഒരു ആഗ്രഹം, നിത്യത വരെ, ഞാൻ മരിക്കുന്നത് വരെ ഈ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കണം എന്ന് മാത്രമാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ പറഞ്ഞുകൊള്ളുന്നു.